ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നും എന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ റൂഹ ജീവനും പരിശുദ്ധിയുള്ളവൻ താൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായി വാങ്ങിപ്പോയ മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സറിവ് തോന്നി പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നു. പത്രൈകൂൻ ഓൽമേല ഓലം വൽമീ പറക്കുമോർ ദിവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവ് നിയമിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലോദ്ധാത്മഹാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായി പ്രകാരം സ്വർഗ്ഗം തുടങ്ങി വിശുദ്ധ റൂഹായ നിയമതമായ ഹൃദയത്തിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ നീ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിനവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനുള്ള റൂഹായിലും കാതോലികവും സ്നേഹവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിത മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത
വരേതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരെ വാരുവീൻ ഒരു അമീൻ ബാറക്കുമാർ സുമൻ ഗാലൂ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോവകുല സുബാൻ ലവൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമാർ നമ്മുടെ ദൈവമാർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തനും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹിക്കണമെന്ന് ഓദിയ നാഥ നിൻ സ്നേഹം വാണിയിടണമെങ്ങളിലെന്നും സ്തുതിദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങും ശാന്തി മാനവരിടയിൽ സംപ്രീതി. ബാറയ്ക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവവുമായി സമാധാനത്തിന് ശേഷം കാരുണ്യവാനാകുന്ന കർത്താവിന്റെ മുൻപാകെ നാം തലഊനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നാ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള കൽസിക്കും പുണ്യപ്രവർത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമാർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ഈ പരിശുദ്ധ പിതാവിൻ്റെയുള്ള നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിസ്തോത്രവുമാകുന്നു. പിതാവാം
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ തൃത്വമായി നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. മസക്കിൻ ഗോയൻവമറി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവനോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു. വൽഹായേതൽവോ ഓലം അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ഇത് ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തം ഇതാകുന്നു. വലകായേതലവോ ഓലം വൽമീ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ ദോസേനോ ബൗദ്ധകുമോറാൻ മേസാഗദീന ഉപായ്യമുദകുമൗദേന വൽമേസി സ്വഗോഹയ
മനുഷ്യാവതാരത്തിലെ വിസ്മരണീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ളവരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരായി ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാർക്കുമോർ ഇന്നും ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായി തീർന്ന് 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധാസുകളെ മേച്ചുപിടിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തി പോയിരുന്ന നമ്മുടെ പാത്രീസ്മാരായ ആബോന്മാർ നാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാനായ ഈ പരിശുദ്ധ പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മൗത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദാവിരീതികളുടെ വായകൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു.
ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യ അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നീ മൂലവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതിന്റെ കൃപാവിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന സകല മനസ്സോടും മനസ്സോടാതെയും അറിവോടും അറിവോടാതെയും നിന്റെ ദയയിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവാവിനൊരു താരത്തിലെ നവീകരണത്തോടുകൂടി ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുമായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോജോ വൗകൂല സുബാൻ ലവൽമീ. തന്റെ തിരുനാമം പ്രകാരം തന്നെ ഇരിക്കുകയും ലോകാലോകങ്ങളോട് സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നഗവയോ മോൻ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്നോട്ടത്തിൽ കർത്താവിന്ദു തെല്ലാജാതി കാക്കും വീണ്ടും വീണ്ടും നൽകി വിശ്രാമോടാതെന്നും വ്യാപാരം ചെയ്തു സർവം ദേശം സർവം മാർഗം താൻ ചെന്നെത്തി രാജോക്യാക്കി മേലാക്കി പാതുക്കപ്പെട്ടു സ്വർഗം പ്രാപി പാന്തന്നാത്മം ദേഹം വീട്ടു സാഘോഷന്ത നാൽമത്തെ കൈ കൊണ്ടിടാനായി നിർദ്ദേശിച്ചാൻ സ്വർലോകേശൻ തൻ സൈന്യത്തെ തന്നോട്ടത്തിൽ കർത്താവിന്ദു എല്ലാ ജാതി കാക്കും വീണ്ടും വീണ്ടും നൽകി വിശ്രാമം കൂടാതെന്നും വ്യാപാരം ചെയ്തു സർവം ദേശം സർവം മാർഗം താൻ ചെന്നെത്തി. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാറഖ്യമോർ ഞങ്ങളുടെ ദൈവകർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും
രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലപ്പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് നല്ല കാവലും, ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും, കാണാതെ പോയിരിക്കുന്നവർ കണ്ടത്തിലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പൂർണ്ണ മോചനവും, ആചാര്യത്തിനുള്ള ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും, നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങൾ വാഴുകയും, യുദ്ധങ്ങൾക്ക് ഒതുക്കവും, വാങ്ങിപ്പോർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇവ നൽകണമേ. പറയ്ക്കുമാർ നമ്മുടെ മിശിഹാ തമ്പുരാനോടും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവന്റെ പരിശുദ്ധരുവായ മഹത്വപ്പെടുത്തുകയും കാരുണ്യവാനായ കർത്താവ് തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. ഉത്തമനായുള്ളവരേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വാകളും അതരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാകരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദോഷങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സ്ഥലത്തെ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും ഞങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമാർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തല കുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വധിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും ഒന്നിക്കപ്പെടും സാരാംശത്ത് സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പറക്കുമാർ ഭയത്തോടും റയിലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർ
വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചു വന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനുള്ള സ്ഥലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏകപരിശുദ്ധമായ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാർ ആയിടുവാൻ ആയുഷാലി പഠിപ്പിച്ച താതൻ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മുറിയോരാകെ മേലയിടുവാദാരേ നിന്നാസുയോട് രാജമകൾ ഹാലേലുയ്യായൗഹാലേ ലുയ്യാ നിൻവലമായി രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ ജനമോർക്കായി പിതൃഗ്രഹവും ബാറയ്ക്കുമോ ുദിച്ചോ ഏകസുത തൃക്കരങ്ങളിലലിവാറ്റം പക്കലപേക്ഷയാണ് കേണം സോമൻ കാലസ്കുറിയായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാരയ്ക്കുമോ ദൈവപ്രസവേത്രീ കന്യകമറിയാമിൽ ഉയരും നോയാലിൽ സുഖപരിമളധൂപം മുറിയോരാഹിൽ മേലയിനുവാദാരേ മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൽ വടികളയും മായ്ച്ചിടേണം. ഇന്ന് 13 സ്ലീഹാ നോമ്പ് വീടുന്ന ദിവസമാണ്. പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണ്. ഈ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ 2 പരിശുദ്ധ സ്ലീഹന്മാരുടെയും പ്രത്യേക മധ്യസ്ഥതയിലും അതുപോലെ തന്നെ ധൂവപ്രാർത്ഥന അണച്ചും നമുക്ക് ഈ സമയം ഇവിടെ ചെലവഴിക്കാം. നയവാൻപന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ തളിരിട്ടുതഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കുമവർക്ക് പുഷ്ടികളും പാലിക്കുമോ
ശുഭകോലാപൂലപുരോ വൽറൂഹോ കാദീശോ ഒരുപോലിങ്ങും ഓർ പത്രോസ് പൗലോസ് ലീഗന്മാരെ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി ചോർക്കായി നാം എല്ലാവരും നാമകരജ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ശ്രേഷ്ഠതയുടെ സ്ലീഹന്മാരായിട്ട് അവരെ നിയമിക്കുകയും തൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ അവർക്ക് ശക്തി കൊടുക്കുകയും ചെയ്ത കർത്താവിൻ്റെ സ്തുതി. ഇതാ പരിശുദ്ധ സഭ ഈ പരിശുദ്ധ സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസത്തെ ആഘോഷിക്കുന്നു. ഈ പരിശുദ്ധ സ്ലീഹന്മാരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ശ്രേഷ്ഠ സ്ലീഹന്മാരാകുന്ന മാർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ, നിങ്ങളുടെ പെരുന്നാളിനെ ഞങ്ങൾ ബഹുമാനപൂർവ്വം ആചരിച്ചുകൊണ്ട് പറയുന്നു. പരിശുദ്ധ സഭയുടെ കോട്ടയാകുന്ന ഭാഗ്യവാന്മാരെ, സമാധാനത്തോടെ വരിക. സകലവും ഉപേക്ഷിച്ച് സർവാധിനാഥനെ അനുഗമിച്ച ജ്ഞാനിയായുള്ളവയെ സമാധാനത്തോടെ വരിക. സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് രക്തപങ്കിലമായ കഷ്ടതകൾ അനുഭവിച്ച ശ്രേഷ്ഠ സ്ലീഹന്മാരെ, നിങ്ങൾ സമാധാനത്തോടെ വരിക. ഇവ മൂലം അവിടുത്തെ അസ്ഥികളിൽ നിന്ന് മനുഷ്യർക്ക് സഹായങ്ങളും രോഗികൾക്ക് സ്വസ്ഥതയും പുറപ്പെടുന്നു. ആകയാൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ നാഥനോട് ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം നൽകുവാനും നല്ല അവസാനത്തിനും ഞങ്ങളെ തന്നെ സ്നേഹിച്ച നീതിമാന്മാരുടെ ഓഹരിക്കും ഞങ്ങളെ അർഹരാക്കി തീർക്കുവാനുമായി ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ അപേക്ഷിക്കണമേ. നാം അവർക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റണം. ഹോശോ വകുല സുബാൻ ലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയേൻ സമയമിതല്ലോ മോർ പത്രോസ് പൗലോസ് സ്ലീഹർ പതിവിൻപടി നിൻ ഇമ്പമഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാടേണം പാർക്കുമോ. നിന്നെ വഹിച്ചൊരു ദാതനും മാർ പത്രോസ് പൗലോസ് നിന്നോർമ്മയിൽ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടിച്ചൂടിടുന്ന റൂഹാവന്നിൽ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും. പരിശുദ്ധന്മാരെ, നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൽ വടികളെയുമായി ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ,
ഇന്ന് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പെരുന്നാൾ ദിവസമാണ്. പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ഈ സ്ലീഹാ നോമ്പ് വീടുന്ന ദിവസം ആഘോഷിക്കണമെന്നാണ് നമ്മുടെ പിതാക്കന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ്. ഇന്നത്തെ പെരുന്നാൾ ദിവസം ഒരു മോറാനായ പെരുന്നാൾ എന്നുള്ള വിധത്തിൽ ആഘോഷിക്കണമെന്നാണ് സഭയുടെ ചട്ടം. പല വിധത്തിലും ഈ പെരുന്നാൾ ആധ്യാത്മികമായി ഗൗരവമുള്ളതും സുപ്രധാനവുമാണ്. പരിശുദ്ധ പരിമല സെമിനാരിയിലുള്ള ഈ പരിശുദ്ധ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ് എന്ന് അറിഞ്ഞുകൂടാത്ത ധാരാളം വിശ്വാസികൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന വിശ്വാസികളിൽ പോലും ഈ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ് എന്നുള്ളത് കുറേ പേർക്കെങ്കിലും അത് അറിഞ്ഞുകൂടാ എന്നാണ് എൻ്റെ വിചാരം. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ദേവാലയം സ്ഥാപിക്കുന്നത്. അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായായിരുന്ന ജോസഫ് മാർ ദിവന്നാസിയോസ്, പുലിക്കോട്ടിൽ കുടുംബത്തിലെ 2ാമത്തെ തിരുമേനി, ആ പരിശുദ്ധ പിതാവാണ് ഈ ദേവാലയം ഇവിടെ ആരംഭിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിലേക്ക് നാം നമ്മുടെ മനസ്സ് തിരിച്ചു വിട്ടാൽ പരിശുദ്ധ സഭ വലിയ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു കാലയളവാണ്. സഭയുടെ വിശ്വാസം തകർന്നു പോകുമോ എന്ന് സംശയിക്കപ്പെട്ടൊരു കാലയളവാണ്. അപ്പോഴേ ഇപ്രകാരമുള്ളൊരു ദേവാലയം ഇവിടെ സ്ഥാപിക്കുവാനുണ്ടായ പശ്ചാത്തലം, അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ലതുപോലെ ഗ്രഹിപ്പാൻ ഒക്കുമോ എന്ന് സംശയമാണ്. മലങ്കര സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് കോട്ടം തട്ടാകുന്ന വിധത്തിലുള്ള ചില വെല്ലുവിളികൾ അന്നുണ്ടായിരുന്നു. ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലീത്ത, അന്ന് ഒരു മലങ്കര മെത്രാപ്പോലീത്ത മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല 1876 മലങ്കര സഭ 7 ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നത്. 1876 വരെ സഭയ്ക്കാകെ സഭ തന്നെ ഒരു ഭദ്രാസനവും ഒരു മെത്രാപ്പോലീത്തായുടെ കീഴിൽ ആ മെത്രാപ്പോലീത്തായെ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു. 1876 ഈ വിശ്വാസ തകർച്ചയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവ തിരുമേനി ഇവിടെ വന്നുകൊണ്ട് 6 മെത്രാപ്പോലീത്തന്മാരെ വാഴിക്കുകയും മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലഘട്ടത്തിലായിരിക്കും ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അന്ന് ഈ പരിമല ഗ്രാമത്തിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ആൾ സഞ്ചാരമോ ഇന്നത്തെ പോലെയുള്ള വികസനമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു കാട് പിടിച്ച, എന്ന് ഞാൻ പറഞ്ഞാൽ മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു. പുലിക്കോട്ടിൽ തിരുമേനിക്ക് അരികുപുറത്തെ കാരണവർ ഏതാനും ഭൂമി ദാനമായി കൊടുത്തു. ഇവിടെ ഒരു അഴിപ്പുര നിർമ്മിച്ചു. ആ അഴിപ്പുര നിർമ്മിച്ചുകൊണ്ട് മാത്രമല്ല, അന്ന് ഭൂതപ്രേത പിശാചുക്കളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ മനുഷ്യവാസത്തിന് യോഗ്യമല്ല എന്ന് സാധാരണക്കാരൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നൊരു കാലം. ആ സമയത്താണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 5-ാമൻ തിരുമേനി ചാത്തുരുത്തിയിൽ ഉണ്ടായിരുന്ന ഒരു റമ്പാച്ചനെ ഈ പരിമല ദ്വീപിൽ
ഈ ദാനം കിട്ടിയ ഈ മണ്ണിൽ ഒരു അഴിപ്പുര നിർമ്മിച്ച് ഇവിടെ താമസിക്കത്തക്കവണ്ണമുള്ള ഏർപ്പാട് ചെയ്യുന്നത്. അതുവരെയും ഈ ചാത്തുരുത്തിൽ ഗീവർഗീസ് റമ്പാൻ മുളന്തുരുത്തിയിലെ വെട്ടിക്കൽ ദയറായിൽ ഒരു താപസ ജീവിതം നയിക്കുകയായിരുന്നു. അപ്പോഴ് പുലിക്കോട്ട് തിരുമേനി തീർച്ചയായും കരുതി കാണണം, മനുഷ്യവാസയോഗ്യമല്ലാത്ത ഭൂതപ്രേത പിശാചുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ജനവാസയോഗ്യമല്ലാത്ത ഈ പ്രദേശത്ത് യാമപ്രാർത്ഥനകളും തപസ്സിൻ്റെ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ദൈവികമായ ആഴമായ ബന്ധവും ശക്തമായി നിലനിർത്തുന്ന ചാത്തുരുത്തിൽ റമ്പാച്ചൻ ഇവിടെ വന്ന് താമസിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ക്രാന്തദർശിയായ പുലിക്കോട്ടിൽ ജോസഫ് മാധവനാസിയോസ് പിതാവ് മനസ്സിൽ കണ്ടു. അഴിപ്പുര കെട്ടി. ഈ അഴിപ്പുരയ്ക്കകത്ത് ചാത്തുരുത്തിൽ റമ്പാച്ചൻ വന്ന് താമസിച്ചു. ആ ചാത്തുരുത്തിൽ കുടുംബത്തിലെ റമ്പാച്ചനാണ് പിന്നീട് പരിശുദ്ധ പരിമല തിരുമേനി എന്ന വലിയ പരിശുദ്ധ സ്ഥാനിയായിട്ട് പിന്നീട് അനുഭവം കൊണ്ട് അറിവ് കൊണ്ട് ഒക്കെ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ചാത്തുരുത്തിൽ റമ്പാച്ചൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ജനവാസയോഗ്യമല്ല എന്ന് വിചാരിക്കുന്ന ഈ പ്രദേശം ജനവാസയോഗ്യമായി തീരുന്നു. ആ താപസന്റെ ജീവിതം മുഖാന്തരമായി ഈ ദേശത്തുള്ളവരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആഴമായ വിശുദ്ധ ജീവിതം മുഖാന്തരമായി ഈ പരിമല ദ്വീപ് ഒരു പ്രകാശഗോപുരമായി തീരുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം അറിയുന്നത് പ്രിയമുള്ളവരെ. അപ്പോഴേ ഏതാണ്ട് ഒരു 100-125 1.25 നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതും പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമത്തിലാണ്. അക്കാര്യം നമ്മൾ ഒട്ടും മറന്നു പോകാൻ പാടില്ല. ഈ ദിവസം ഇവിടെ ഒരു പെരുന്നാൾ ആഘോഷം എന്നുള്ള പെരുന്നാളാണെന്നറിയാം, എന്നാലും വലിയ ജനത്തെ ആകർഷിക്കത്തക്കവണ്ണമുള്ള ചടങ്ങുകളൊന്നുമില്ല. ആരാധനയും പ്രദക്ഷിണവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ഈ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമത്തിലാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ശ്ലീഹന്മാർ 12 ആയിരുന്നെങ്കിൽ പോലും 12 ശ്ലീഹന്മാരെ കർത്താവ് പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചുവെങ്കിലും ഈ 11 ശ്ലീഹന്മാരും ചെയ്ത സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് 11 പേരുടെയും കൂടെ കണക്ക് കൂട്ടിയാൽ 12 പേരുടെയും സുവിശേഷ പ്രവർത്തനം കണക്ക് കൂട്ടിയാൽ അതെല്ലാം ഒറ്റയ്ക്ക് ഒരാൾ ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന പരിശുദ്ധ പൗലോസ് ശ്ലീഹ മറ്റ് 12 പേരും ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഏകനായി ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് വേണം കരുതുവാനായിട്ട്. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ 2 പ്രതീകങ്ങളാണ്. ഒന്ന് സഭയുടെ അകത്ത് ഉള്ള സുവിശേഷ പ്രവർത്തനം, മറ്റൊന്ന് സഭയ്ക്ക് പുറത്തുള്ള സുവിശേഷ പ്രവർത്തനം. ഈ 2 വിധത്തിലും ഈ 2 പരിശുദ്ധ ശ്ലീഹന്മാരെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശ്വാസത്തിൻ്റെ നെടും തൂണുകളായിരുന്നു. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പേരുകൾ ഒരുമിച്ച് ചേർത്താണ് നമ്മുടെ പിതാക്കന്മാർ പലപ്പോഴും ദേവാലയങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം അവരെ താല്പര്യമെടുത്തത്. അതിനൊരു സമ്പൂർണതയുണ്ട്. 2 വിധത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, ദൈവരാജ്യ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചേർക്കപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാവുന്നതാണ്. 2 ശ്ലീഹന്മാരും രക്തസാക്ഷിത്വം വഹിച്ച് അവരെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരാണ്. പത്രോസ് ശ്ലീഹ തലകീഴായി കുരിശിക്കപ്പെട്ടു.
പൗലോസ്ലീഹ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തമായിട്ടാണ് അവർ വളരെ സന്തോഷത്തോടെ യേശുവിന് വേണ്ടി, യേശുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി അവരുടെ ജീവിതം കാണിക്കയായി കാഴ്ചവെക്കുന്നത്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയാണ്. കാരണം 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധന്മാരെ, അപ്പോസ്തോലന്മാരെ, സ്ലീഹന്മാരെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ അവർ മിക്കവാറും എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. അവർക്കാർക്കും അതിൽ പരാതി ഉണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ യേശുവിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ ലഭിക്കുന്നത് ഒരു പദവിയായി അവർ കരുതിയിരുന്നു. വളരെ വളരെ ഉള്ളിൻ്റെ ഉള്ളിലെ ആനന്ദത്തോടെയാണ് ആ കുരിശിലെ ജീവിതം അവരെ സ്വന്തം ജീവിതമായി പരിണമിപ്പിച്ച് അവരെ രക്തസാക്ഷിത്വം വഹിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണം, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പ്രസംഗിക്കണം, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കണം, യേശുവിനെ പോലെ മരിക്കണം. ഇതായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ 1, 2, 3 നൂറ്റാണ്ടിലുണ്ടായിരുന്ന ക്രൈസ്തവ സങ്കല്പം. അല്ലാതെ സുഖകരമായൊരു ജീവിതം ലോകത്തിൽ നയിക്കാമെന്നുള്ളത് അവരാരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പരിശുദ്ധ സ്ലീഹന്മാരെ അടിസ്ഥാനത്തിലാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ പരിശുദ്ധ പിതാക്കന്മാരുടെ പെരുന്നാളുകൾ നമുക്ക് ആചരിച്ചേ മതിയാകൂ. അത് മുഖാന്തരമായി ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ, കരുണകൾ, കൃപകൾ മഹാഭാവികളായി നമുക്കും അത് ലഭിപ്പാൻ നമുക്ക് ഇടയായിത്തീരും. അതാണ് നമ്മുടെ പൂർവിക വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് ഈ സ്ലീഹാ നോമ്പ് അവസാനിക്കുന്ന ദിവസം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളാണെന്നുള്ള കാര്യം നാം മറന്നു പോകാൻ പാടില്ല. നാളെ 12 സ്ലീഹന്മാരെയും ഒരുമിച്ച് ഓർക്കുന്ന പെരുന്നാളും കൂടിയാണ്. 12 സ്ലീഹന്മാരെ ഒരുമിച്ച് സഭ അവരുടെ ഓർമ്മ ദിവസം, ഓർമ്മ പെരുന്നാളായി ആഘോഷിക്കുന്നു. അത് ജൂൺ മാസം 30-ാം തീയതിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ പരിശുദ്ധന്മാരെ ഇങ്ങനെ ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയിൽ ഒരു ആധ്യാത്മികമായ ഒരു ഊർജവും ശക്തിയും നമുക്ക് ലഭിപ്പാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് ഈ പരിശുദ്ധന്മാരെയൊക്കെ ഓർക്കുകയും അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ സിദ്ധിക്കുകയും ചെയ്യുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, 21-ാം നൂറ്റാണ്ടിലും മലങ്കര സഭ ഒട്ടേറെ വൈതരണികളിലൂടെ കടന്നു പോകുന്നു. മനുഷ്യ ജീവിതം, ഒരാളുടെയും ജീവിതം ലോകപ്രകാരം സന്തോഷകരമായിരിക്കണമെന്നില്ല. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇടകലർന്ന് വരുന്നതാണ് ഒരു ജീവിതത്തിൻ്റെ സത്ത. അങ്ങനെ ലോകപ്രകാരമുള്ള സന്തോഷം വരുമ്പോൾ നാം അമിതമായി സന്തോഷിക്കാതെയും ദുഃഖങ്ങൾ വരുമ്പോൾ അമിതമായി നമ്മൾ ദുഃഖിക്കാതെയും ഇരിക്കാൻ തക്കവണ്ണം ഒരു വിശ്വാസത്തിലൂടെയുള്ള ഒരു ദൈവിക അടിത്തറ നമുക്ക് ആവശ്യമുണ്ട്. ഈ അടിത്തറ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധന്മാരുടെ അവരെ ഓർക്കുകയും അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ ആഗ്രഹിക്കുകയും അവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ പരിശുദ്ധ പെരുന്നാൾ ആചരിക്കുന്നത് മുഖാന്തരമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായിട്ട് നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ലഘു പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യന്നരുടെ നാൾകളവോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ.
മരണമടഞ്ഞൊരു ദാസരനിൽ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയേലായിസോ. ഭക്ഷിച്ചു നീ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പീർ. അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ. മൃതരെ ജീവിപ്പിപ്പാഞ്ഞെഴുന്നള്ളും രാജാ മുകിലകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി അങ്കിയണിൽ എതിരേൽപ്പാന പോയിടുന്നു. മരമാതിരുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. പട്ടക്കാരോടു ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയിൽ തിങ്കൾ അണിയിച്ചാരവ നലിശം തന്നോടെ സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളാലേ. വിണ്ണിൻ നായകൻ നാഥൻ നാഥ രഹസ്യങ്ങളത്താൽ മണ്ണിൻ നിളവുകൾ ശ്രേഷ്ഠാചാര്യൻ കാഴ്ചയണച്ചു. നാം അട്ടഹസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധറുഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നതിനും ഞങ്ങളെ ഉയർപ്പിനും ഞങ്ങളെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദൈവോത്തരാപാപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്തെ നീട്ടിയാണ് കർത്താവ് എന്ന് കേൾക്കും. ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകിയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുവാൻ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്ന് കുഞ്ചറിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമ മുടി സഹദേവാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. ഹല്ലേലൂയ.
ഞങ്ങൾ വെട്ടിച്ചെന്നതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തെന്നതായ ഉണ്ണി ഉണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മരിച്ചോർ ഉയരേകും അവരുടെ ശരണവും ആയോലേ. നിന്നെ കുമ്പിടും ഈ ലോകം, നാവുകൾ നിൻ നാമം വാഴ്ത്തും. സസ്യാഭോജനത്തിൽ പതിവായിട്ടുള്ള വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയാവാ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാന്തൽ കുനിക്കണം. ഞങ്ങളുടെ ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപദയാക്കിനർ കൊറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. നാഥനു വേണ്ടി കുരിശിൽ മരിച്ചു പത്രോസ്ലീഹ, വാഴ്വായി തലമേൽ തലയർപ്പിച്ചു പൗലോസ്ലീഹ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്ലീഹന്മാരെ. കർത്താവേ തൽ പ്രാർത്ഥന ഞങ്ങൾക്കെന്നും ശരണം. മാതാവു യാചിക്കും പരിശുദ്ധന്മാരും നാഥാ, പുണ്യം നൽകിയും സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമനസ്യമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും ഭാവിയായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണായിക്കൊണ്ട് സഹായിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. വന്ദിതനാം ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയടച്ചോരീ ബലിയ